അപ്പോൾ ചങ്കുകൾ നമ്മൾ ഇന്നലെ പൂജയെല്ലാം കഴിഞ്ഞു. നമ്മൾ ലോഡ് എടുക്കാനായിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പോവാണ് കേട്ടോ. അപ്പോൾ ഇത് പൂജയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പം തന്നെ അങ്ങോട്ട് 21 രൂപയുടെ ഡീസലായിട്ടുണ്ട് കേട്ടോ. 21 സംതിങ് ആയെന്ന് തോന്നുന്നു. അരുണേ, തങ്കഞ്ചേട്ടൻ്റെ ഹൃദയം ഇത്ര വിശാലതയാണോ? അപ്പൊ ചങ്കള് നമ്മുടെ ലോഡ് റെഡി ആയിട്ടുണ്ട്. നമ്മള് സേലത്തു നിന്ന് നേരെ തിരുവനന്തപുരം പോവാ അല്ലേ? തിരുവനന്തപുരം. അപ്പൊ അതെ ഞങ്ങള് തിരുവനന്തപുരം പോവാണ്. ഞങ്ങൾ രണ്ടുപേരുള്ളൂ കേട്ടോ അങ്ങോട്ട്. നമ്മള് നേരെ സേലത്തു നിന്ന് തിരുവനന്തപുരം പോകും. നമുക്ക് പൈപ്പാണ് ലോഡ്. അപ്പോൾ ലോഡ് കയറ്റുന്നിടത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിൽ അവിടെ ഓരോ കമ്പനി ആയിരിക്കും അല്ലേ, പറയാൻ പറ്റില്ല. അപ്പം പറ്റത്തില്ല. അപ്പം നോക്കാം നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ അവസ്ഥയാണ്. അപ്പം നേരെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചങ്കുകളെ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് വന്നതാണ്. പക്ഷേ ഞാൻ വണ്ടിയെന്നൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ആ പടെ കാല് സ്ലിപ്പായി പോയി. കാല് വട്ടം നീര് വെച്ചു കേട്ടോ. ഒന്ന് മടിഞ്ഞ് പൊട്ടലുണ്ടോയെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഇനി നോക്കണം. അപ്പോൾ അവന് നമ്മൾ ഇതിനു മുമ്പ് ഉള്ള ട്രിപ്പിൽ ചെയ്താണ് കേട്ടോ. എനിക്ക് വേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് സംസാരിക്കുന്നത് കേട്ടോ. എന്നാണെങ്കിലും ഇനിയിപ്പം അഗർത്തല ട്രിപ്പ് തന്നെ അതൊന്ന് കണ്ടറിയണം. ഈ കാലം വെച്ചോണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല. ഇതുണ്ടോ ആ പാടെ നീരെല്ലാം വെച്ചു, രക്ഷയില്ല. ആറ്റുനൂറ്റ് വന്ന ട്രിപ്പ് കുളമായിപ്പോയി. നോക്കട്ടെ, മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കും. പോകാൻ പറ്റുമോ നോക്കും, എനിക്കറിയത്തില്ല. ഓക്കെ, കാണാം. ഭയങ്കര വേദനയാണ്, അത്യാവശ്യം നല്ല പെയിനാണ്. ആ കാല് ഒരു കാല് ചവിട്ടി അടുത്ത കാല് വെച്ചത് കട്ടിങ്ങല്ലേ പോയി. കട്ടിങ്ങേന്ന് കറക്റ്റ് മടിഞ്ഞ് വട്ടം ഇങ്ങനെ ക്ലിങ്ങെന്നൊരു സൗണ്ട് കേട്ടു, ക്ലിക്കോന്ന്. ഒരുമാതിരിപ്പെട്ട വേദനയൊക്കെ ഞാൻ സഹിക്കുന്നതാണ്. പക്ഷേ ഈ സമയത്ത് എനിക്ക് തല ഇറങ്ങുന്നവരൊക്കെ ആയിപ്പോയി വേദന കാണുന്നത്. എന്നിട്ട് പിന്നെ അവിടെ ഈ ഗ്രീസ് അടിക്കുന്ന ചേട്ടൻ പിടിച്ച് എന്നെ ഒരു കസറ ഇരുത്തി അവിടെ നിന്ന് വെള്ളമൊക്കെ തന്നാണ് ഞാനിപ്പോൾ വന്നത്. നമ്മൾ ലോറിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുലുങ്ങാതെ വരാനും പറ്റത്തില്ല. ഇതുണ്ടോ കാല് ഞാനിങ്ങനെ തൂക്കിയിട്ടേക്കാണ്. ഇതുണ്ടോ രക്ഷ ചെയ്തോട്ടോ. ക്യാമറ പോലും അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഉണ്ടോ, ഇതിന് ഉടൻ തന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് എക്സ്റേ എടുത്ത് നോക്കാം. ബാങ്കുകളെ അങ്ങനെ നമ്മളിപ്പം തിരുവനന്തപുരത്തിന് ലോഡ് കയറ്റിയേക്കാണ് കേട്ടോ. നമ്മളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റീൽ കമ്പി ലോഡ് സ്റ്റീൽ കയറ്റിക്കൊണ്ട് പോവാണ്. സംഭവം എന്ന് വെച്ചാൽ പിന്നീട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോട്ടെ. എനിക്ക് വേദന സഹിക്കാതെ വന്നായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിടത്ത് എക്സ്റേ എടുക്കാൻ സൗകര്യമില്ലായിരുന്നു. അപ്പോൾ അവർ സേലത്തിന് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി ഒരു കമ്പനി കിടക്കുന്ന വണ്ടി എടുത്തുകൊണ്ട് സേലത്തിന് പോകാൻ പറ്റത്തില്ലോ. അവിടെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് പോയി ഹോസ്പിറ്റലെല്ലാം കാണിച്ചു. ഇപ്പം നാട്ടിൽ പോയി നല്ലോണം ഒന്നുകൂടെ കാണിക്കണം. ഇതാണ് കാലിന് പറ്റിയ കേട്ടോ. കാല് നിലത്ത് കാല് കുത്താൻ പറ്റത്തില്ല, അതുപോലെ പണിയായിപ്പോയി കേട്ടോ. നല്ല പെയിനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പില്ലോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാലിരിക്കുക. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സിനോ കയറി പോയെന്ന് പറഞ്ഞാൽ അതിൽ സുഖം ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ കാല് നമുക്ക് നിവർത്തി വെച്ച് കിടക്കുകയോ ഉറങ്ങുകയോ എന്നാന്ന് വെച്ചാൽ ചെയ്യാം.
പിന്നെ പെയിൻ കില്ലറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മൾ അവിടെ ചെല്ലും. അവിടുന്ന് പിന്നെ നമ്മളെ കൂട്ടാൻ ആൾ വരും. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ കിടന്നുറങ്ങി ഇങ്ങനെ സുഖമായിട്ട് പോകാമല്ലോ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഇതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ വരാനുള്ള വഴി തങ്ങത്തില്ല എന്ന് വിശ്വസിക്കാം. നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ ലോറി ജീവിതം കേട്ടോ നല്ല രസമാണ്. നമ്മുടെ എൻജിൻ്റെ ഒരു ചൂടും പുറത്തു നിന്നുള്ള ഒരു കാറ്റും ആ ഒരു തണുപ്പൊക്കെ അടിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് TN വണ്ടിയാണ്. ആ ഒരു തമിഴ്നാട് ബോഡിയുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു വൈബിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകാൻ പ്രത്യേക സുഖം കേട്ടോ. കാലിന് വേദനയുണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനെ ലോറി ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ആ ഒരു വേദന അത്ര ഫീൽ ആകത്തില്ല കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, കേരളത്തിൽ അത്യാവശ്യം നല്ല മഴയാണെന്നാണ് കേട്ടെ. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു മഴ ഇവിടെ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലും നല്ല മഴയുള്ളൊരു കാലാവസ്ഥയാണ്. ചങ്കള് നമ്മളങ്ങനെ കേരളത്തിലേക്ക് കയറുകയാണ് കേട്ടോ. നമ്മുടെ എവിടെ പോയിട്ട് വന്നെന്ന് പറഞ്ഞാൽ അത് എത്ര ചെറിയ ട്രിപ്പാണ് വലിയ ട്രിപ്പാന്ന് പറഞ്ഞാലും അല്ലേടാ, കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ വേറൊരു മൈൻഡ് അല്ലേ, നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ഇത് നമ്മളങ്ങനെ കേരളത്തിലോട്ട് കയറുവാണ്. നമ്മുടെ വണ്ടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കേട്ടോ. നമ്മളിപ്പം കേരള RTOയുടെ ചെക്ക് പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. മഴയുണ്ടോടാ? വാളയാർ ചെക്ക് പോസ്റ്റ്. ആർക്ക്? അതിനാ? ആ അതിവിടെ അറിയോ? എടുത്തോ? ആഹാ, ആ ലൈനിൽ പോകാൻ പാടില്ലല്ലേ? അങ്ങനെ ഇപ്പൊ RTO ചെക്ക് പോസ്റ്റ് വന്നു കേട്ടോ. വാളയാർ RTO ചെക്ക് പോസ്റ്റ്. ചങ്കള് അങ്ങനെ നമ്മുടെ പുറകെ നമ്മളെ ആദ്യം കൈ കാണിച്ചിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. അണ്ണാ പേരെന്ന് പറഞ്ഞേ? ചന്ദ്രദാസൻ. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരം കമന്റ് ഇടുന്ന ആളായിരുന്നു കേട്ടോ. കമന്റിലൂടെ മാത്രമേ എനിക്ക് പരിചയമുള്ളായിരുന്നു. ഇപ്പം നേരിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ആണ് എവിടെ നിന്നിട്ടാ ഞങ്ങള് ഇതാക്കാൻ തുടങ്ങി? ഞാൻ രാവിലെ എല്ലാം ഇത് കാണുമായിരുന്നു. ആണോ? അപ്പൊ ഓരോ ലൈവ് വരുന്നത് നോക്കിയിരിക്കും. അപ്പൊ ഒരു 8 മണിക്ക് ഞാൻ വീട്ടിൽ ഇരുന്നാ, വീട്ടിൽ മഴയായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നപ്പോഴാണ് ചേട്ടൻ പെരുമ്പാവൂർ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ചങ്കകളെ പെരുമ്പാവൂർ എത്തി. അപ്പൊ തന്നെ പെണ്ണുമ്പോഴോട് ഇനി ഞാൻ ഇതിന് വൈകി വരത്തുള്ളൂ. അയ്യോ ഞങ്ങള് ആദ്യം ഞങ്ങൾ ഓർത്തിന് ഇപ്പൊ വേറെ തമിഴ്നാട് വണ്ടിയൊക്കെ വരുമ്പോ റൂട്ട് പറയാൻ ഒത്തിരി ആൾക്കാർ അതിനിടയ്ക്ക് ചേട്ടന്റെ ലൈവ് കണ്ടപ്പോ അണ്ണൻ വഴിക്കുന്ന കയറി. ഞാൻ വഴിന്ന് ഒരു അണ്ണനെ കയറ്റിയായിരുന്നു. പുള്ളി പെരുമ്പാവൂർ വരെ. പെരുമ്പാവൂരല്ലേ? എവിടെ വരെ ആയിരുന്നടാ? കാലടി വരെ ഉണ്ടായിരുന്നു. ആണല്ലേ? എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആള് ഗിരീഷ് ചേട്ടൻ ആണല്ലേ? അപ്പൊ ഗിരീഷ് ചേട്ടനെ ഞാൻ വിളിച്ചാ. ചേട്ടൻ ഞാൻ പറഞ്ഞു ചേട്ടാ അവര് മിക്കവാറും പാലായിക്ക് പോകുന്നൊരു ഇത് കിട്ടിയില്ല പറഞ്ഞു. അപ്പൊ മിക്കവാറും KSRTC ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലൂടെ അല്ലേ. പുള്ളി മറ്റേ സ്വിഫ്റ്റില് KSRTC ഇറങ്ങി പുള്ളിയെ പിക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സിഗ്നലിന്റെ അവിടെ നേരെ പോയി. നിങ്ങൾ ലെഫ്റ്റ് തിരിഞ്ഞു, പിന്നെ അപ്പുറം വഴി ഇറങ്ങിയ ആണല്ലേ. എന്നാണെങ്കിലും ഒരുപാട് സന്തോഷം. നമ്മുടെ പുറകെ കാറിൽ ഇങ്ങനെ പിന്തുടരുന്നു നമ്മളെ കാണാൻ സാധിച്ചു കേട്ടോ.
ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടത് കേട്ടോ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്ത എന്നാന്നറിയോ, കാല് വയ്യാതെ, എൻ്റെ കാല് ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല വണ്ടിയിൽ നിന്ന്. 2 പേര് വേണം. ഇല്ല ഒരിക്കലും ഇല്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് സന്തോഷം. നിങ്ങളെപ്പോലുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. ഇപ്പോൾ ഈ ട്രിപ്പ് എന്നാണെങ്കിൽ ചീറ്റിപ്പോയി, നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടല്ലോ, അത് സന്തോഷം. അതാണ് ഈ ട്രിപ്പിൻ്റെ ബെനിഫിറ്റ്. ഫ്രണ്ട് പോലെ ആരും മച്ചാ തുറന്നു. അളയാ, ഇതാണ് എൻ്റെ കൂട്ടുകാർ. ലൈറ്റ് ഒന്നും ക്യാബിനകത്തെ. ഇതാണ് എൻ്റെ ആശാൻ. വലിച്ചട മോനെന്ന് എനിക്ക് കാല് പറ്റുന്നിടെ, കാലൊരു സ്ഥലം മൊത്തം ഏക്കർ പോയിരിക്കുവോ. അങ്ങനല്ലടാ, വലിച്ചാ മതി. ലൈലാൻഡിന്റെ ഡോർ പോലും തുറക്കാറില്ലടാ നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ. ഇങ്ങനെ ചങ്ക് ബ്രോസ് ഉണ്ണിക്കുട്ടൻ തങ്കപ്പൻ എന്നെ വീട്ടിലോട്ട് പിക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. കാരണം വലിയ വണ്ടി നമ്മുടെ വീട്ടിലോട്ട് കയറത്തില്ല. ഇനിയിപ്പോൾ നിങ്ങളങ്ങോട്ട് പരിചയപ്പെട്. കാല് വയ്യാതിരിക്കുന്നുണ്ട്, ആ പട സീനാണ്. അപ്പോൾ അമ്മമാര് വണ്ടി എടുത്തോണ്ട് വന്ന കേട്ടോ. എടാ ഇതൊന്നും തങ്കപ്പ, ഇതും ബായി കൂടെ വണ്ടിക്കകത്ത് വേറെ എണ്ണയിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തന്നാ മതി. കൊണ്ട ചെരുപ്പ് ഒരു കാലം കിട്ടോ. മറ്റേ ചെരുപ്പ് എങ്ങനെ ഒരു ചെരുപ്പ് കൂടെ ഉണ്ടല്ലോ. ആ ഉണ്ട്, അതോടൊപ്പം തന്നെ അത് ഇടാൻ പറ്റും. ഞാൻ എടുത്തോളാം. നമ്പനെ പോലെ ആരുമില്ലെന്ന് പറയുന്നത് ശരിയാ. അതെ അതെ അതെ. ഞാനെന്റെ വീഡിയോ എന്നെ ഡിക്കിയിലിടാനോ? ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു ഞങ്ങളുടെ ഇപ്പൊ സമയം 11 മണിയായിട്ടുണ്ട്. നീണ്ട 11 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ പൊൻകുന്നത്ത് വന്നു കേട്ടോ. അപ്പോൾ പൊൻകുന്നത്തു നിന്ന് ഇനി എരുമേലിക്ക് ഞാൻ ഇങ്ങനെ പോവും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആശാൻ അരുണാശാൻ, അരുൺ രാജ്, അരുൺ നേരെ ഇനിയിപ്പോൾ അടൂരിന് പോവാണ്. അപ്പോൾ വണ്ടി നമുക്ക് ഇന്ന് ലോഡ് ഇറക്കണ്ടല്ലോ. എങ്ങനെ ഇനി തിങ്കളാഴ്ച ഇറക്കത്തുള്ളൂ. നമുക്കിനി ഇവിടുന്ന് ലോഡ് ഇപ്പോൾ ഇറക്കണ്ട. ഇവൻ ഇനിയിപ്പോൾ നേരെ പോവാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ കാണിച്ചല്ലോ, എൻ്റെ ചങ്ക് മച്ചാന്മാർ വന്നിട്ടുണ്ട്. അമ്മമാർ എന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കി ഒരു സ്ഥലത്ത് സ്ഥാപിക്കും. നാളെ രാവിലെ ഇനിയിപ്പോൾ ആശുപത്രിയിൽ പോകണം. കാലിയുണ്ട്, നീരെല്ലാം ആയി. രാവിലെ ആശുപത്രിയിൽ പോകണം. അപ്പം പൊന്ന ട്രാൻസ്പോർട്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ സ്വന്തം വണ്ടി പോലെ കയറി വന്നതാണ്. പക്ഷേ ഞങ്ങൾ എന്നാ പറയാനാ, ഞാൻ ഇമാരോടെല്ലാം തള്ളി മറിച്ചിട്ട് വന്ന അറിയോ. ബംഗ്ലാദേശിൽ ചെന്ന് ഞങ്ങൾ വണ്ടി ഇതാക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം സെറ്റായി വന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി കാലിന് ചെറിയ പണി പറ്റി. അങ്ങനെ തിരിച്ച് നമ്മൾ വന്നത്. എന്നാണേലും ഒരുപാട് സന്തോഷോടാ. ഇവിടെ വരെ സേഫായിട്ട് കൊണ്ടുവന്നു. നമ്മൾ എന്നാണേലും ഇവൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയുകയാണ് എന്നാന്നറിയോ, നാളെ ആശുപത്രി പോയിട്ട് ഇത് പൊട്ടലുണ്ടോ നോക്കി. ഇല്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോയേക്കാണ്. ഞാൻ എന്നെ ഇതായെന്നറിയോടാ, ബാത്റൂമിന്റെ ഭയങ്കര പ്രശ്നം വരും. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങലും പാടാ, ഭയങ്കര ഇതല്ലേ. അതൊന്നും വിഷയമല്ല. നമ്മൾ ഈ ട്രിപ്പ് പോയിരിക്കും. നാളെ ആശുപത്രി പോവാ. ഈ ട്രിപ്പ് നോക്കൂ, അടുത്ത ട്രിപ്പ് വരാം. നമ്മൾ ഈ ട്രിപ്പ് തന്നെ പോകും. ഞങ്ങൾ രാവിലെ ആശുപത്രി പോകും. അപ്പൊ അറിയാലോ, തങ്കപ്പന്റെ സ്നേഹം. ഞങ്ങള് പൊന്നാട മുതലാളിക്ക് ഒരു നന്ദി അറിയിക്കുന്ന അണ്ണ ട്രിപ്പ് ഫുള്ളാ മുടിയല്ലേ ഇങ്ങ നിപ്പാട്ടി. അതെ, അണ്ണൻ ഇതുവരെ അറിഞ്ഞില്ല. അണ്ണൻ വീഡിയോ ഇറക്കുമ്പോ അറിഞ്ഞാൽ മതി. അതെ, ഓണർ വണ്ടി ഓണർ പുള്ളി ഇതുവരെ വിളിച്ചൊന്നുമില്ല ഇതുവരെ. ഞങ്ങൾ എവിടാന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കേടാ, ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഒരു ചീറ്റിപ്പോയ എപ്പിസോഡുകൾ എന്നൊക്കെ പറയാം. എങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ചാനലുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
ഇവന്മാർ ഈ ലെവലിൽ എന്നെ വീട്ടിലോട്ട് എടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ പറയടാ. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ 1 വർഷം കൂടിയാണ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും ലൈവ് മിനിഞ്ഞാന്നിട്ട ലൈവൊക്കെ 2 ലക്ഷത്തിന് വേണ്ടി ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. എൻ്റെ കപ്പാസിറ്റി 36,000 ഞാൻ വിചാരിച്ചത്. പക്ഷേ 2 ലക്ഷത്തിന് വേണ്ടി ആൾക്കാർ ലൈവ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളെ വണ്ടി അവിടെ വെച്ച് ഫോളോ ചെയ്ത് വന്ന ചേട്ടൻ, അതെ മനുഷ്യനെ പേടിപ്പിച്ച് ഫോളോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ മൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിൻസ്കർ ആണ് യൂട്യൂബർ. ബാക്കി നമ്മുടെ എല്ലാ ചങ്കുകൾക്കൊപ്പം അനുരാജേ അടുത്ത ട്രിപ്പ് കൊണ്ടുപോകണം തീർച്ചയായിട്ടും. കാലൊക്കെ ശരിയായിട്ട് അടുത്ത വീണ്ടും ഒരു ട്രിപ്പ് പോകും കേട്ടോ. അതുവരെ ഞാൻ ഇമാരോട് ഞങ്ങൾ ഇവിടെ ഉള്ള ട്രിപ്പുകളൊക്കെ വെച്ച് അടിച്ചു പൊളിക്കട്ടെ അല്ലേ? ഓക്കെ എന്നാ. ഓക്കെ ഗൈസ്, ഓക്കേടാ.